എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഇഷിതയും മഹേഷും ഒക്കെ അങ്ങനെ കോടതിയിലേക്ക് പോകാൻ റെഡിയാവാണ്. പിന്നീട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇഷിത താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ്. അപ്പോഴേക്കും മഹേഷ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇഷിതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇഷിതയുടെ കൂടെ രാമനാഥനും ഉണ്ടായിരുന്നു. പിന്നീട് മഹേഷിനോട് രാമനാഥൻ പറഞ്ഞു, അതെ ഇന്ന് നമുക്ക് ചിപ്പിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയാലോ. ചിപ്പിമോളെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടൂല അല്ലേന്ന് ചോദിക്കണം. അതിന്റെ കാര്യത്തിൽ പേടിക്കേണ്ടതൊന്നും ആവശ്യമില്ല അച്ഛാ, ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയണം. ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു, അതെ മോളെ ഇഷിതേ, നിന്റെ തീരുമാനം കൂടെ കോടതിക്ക് അനിവാര്യമാണെന്ന് നിന്റെ മൊഴിയും കൂടെ എടുക്കുമെന്ന് പറയാണ്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അതെനിക്കറിയാ അച്ഛാന്ന് പറയണം. അങ്ങനെ അവര് കോടതിയിലേക്ക് അങ്ങോട്ട് പോവാ. ഈ സമയം രചനയും ആകാശം കൂടെ ചിപ്പിമോളുടെ അടുത്തായിരുന്നു. രചന അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചിപ്പിമോൾക്ക്. കാരണം ഒരു കാരണവശാലും നീ കോടതി വെച്ച് പറയരുത് നിന്റെ ഷിയാമ്മയുടെ കൂടെ പോണെന്നുള്ള കാര്യം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരിക്കലും അങ്ങോട്ട് വിടാനായിട്ട് പോകുന്നില്ല. നിന്റെ ഷിയാമ്മേനെ ഞാൻ ഇല്ലാതാക്കും, കൊന്നു കളയെന്നൊക്കെ പറഞ്ഞിട്ട് ആകാശമൊക്കെ ഭീഷണിപ്പെടുത്തി വെക്കുക. കുഞ്ഞു മനസ്സിലെ അതിനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനാണെങ്കിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. താനൊരു പക്ഷേങ്കിൽ ഇനിയിപ്പോ ഷിയാമ്മയുടെ കൂടെ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ അമ്മേനെ അവര് കൊന്നു കളഞ്ഞാലോ, തന്റെ ഡാഡീനെ അമ്മേനെ കൊന്നു കളഞ്ഞാലോ എന്നൊരു പേടി കുഞ്ഞു മനസ്സിലേക്ക് വരുവാണ്. പെട്ടെന്ന് രചന പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കോടതി പറയണം. അവര് നിന്നോട് തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് അമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറയണം. രചന അമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറയണം, അല്ലാതെ മറ്റൊന്നും പറയില്ലെന്ന് പറയണം. ഇത് കേട്ടതും ചിപ്പിമോൾ പറഞ്ഞു, വേണ്ട, എനിക്ക് എന്റെ ഷിയാമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറയാം. നിന്റെ ഷിയാമ്മ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ ഷിയാമ്മനെ നീ മേലിൽ കാണാൻ പോകുന്നില്ല, അറിയാലോ. നിന്നെ കോടതി എന്തായാലും എനിക്ക് തന്നെ വിട്ടു തരത്തുള്ളൂ. പിന്നെ ഒരിക്കലും നിന്റെ ഷിയാമ്മനെ നിനക്ക് കാണാൻ പോലും പറ്റത്തില്ല. മര്യാദയ്ക്കാണെങ്കിലും മര്യാദ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചിപ്പിമോൾക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഒരു പക്ഷെ ഇനിയിപ്പോ താന് അമ്മയുടെ കൂടെ പോണോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും രചനാമ്മ കോടതിയിൽ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുള്ളൂ. കുഞ്ഞിനെ അറിയത്തില്ലോ എങ്ങനെ ഏത് പറയണമെന്ന്. പറഞ്ഞു കൊടുക്കുന്ന പഠിപ്പിക്കുന്നതല്ലേ കുഞ്ഞിന് പറയാനായിട്ട് പറ്റുള്ളൂ. പോരാത്തിന് ഇഷിതനെ അത്ര ഇഷ്ടമാണ്. ഇഷിതനെ കാണാതിരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ തന്റെ ഡാഡീനെ കാണാതിരിക്കുക, അത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അത് മാത്രമല്ല, ഷിയാമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ചിപ്പിമോൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചിപ്പിമോൾ ആകപ്പാടെ അങ്ങനെ ധർമ്മ സങ്കടത്തിലായി. പിന്നീട് ഇറങ്ങാൻ നേരത്തെ ആകാശം പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ഒരു ക്ലാസ് കൊടുത്തിട്ട് നേരെ ചിപ്പിമോൾ ഇങ്ങോട്ട് കോടതിയിലേക്ക് വരുവാണ്. അങ്ങനെ കോടതിയിലേക്ക് വരുന്ന സമയത്ത് മഹേഷ് അവരൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചിപ്പിമോളും അവരൊക്കെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾക്കാണെങ്കിൽ ഓടി ചെല്ലണം, ഇഷിതയുടെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. അങ്ങനെ ഷിയാമയെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുവാണ്. ഇഷിത ഓടിപ്പോയി ചിപ്പിമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുക്കുവാണ്. ചിപ്പിമോളെ സുഖമാണെന്ന് ചോദിക്കാം. അതേന്ന് പറയാണ്. പിന്നീട് മഹേഷ് നോക്കി ചിപ്പിമോൾക്ക് മഹേഷിന്റെ അടുത്തേക്ക് ചെല്ലണമെന്നുണ്ട്. ഇനിയിപ്പം അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ രചനാമ ഇനി വഴക്ക് പറഞ്ഞാലോ, എന്തിനും തല്ലിയാലോ എന്നൊക്കെ ഓർത്തോണ്ട് ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോഴത്തേനും സൗദാമിനി വന്നിട്ട് ചിപ്പിമോളുടെ കൈയെ പിടിച്ചിട്ട് മോള് വാ എന്ന് പറയണം. പിന്നീട് എല്ലാവരും കൂടെ അകത്തേക്ക് പോകുന്ന സമയത്ത് രചനയുടെ അടുത്തേക്ക് ഇഷിത എല്ലുവാണ്. ഇഷിത ചെന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് ചിപ്പിമോളെ വേണം, ഇന്ന് കോടതിയിൽ എന്തായാലും തീരുമാനമാവുമല്ലോ. അങ്ങനെ വന്നു ചിപ്പിമോളെ ഞാൻ കൊണ്ടുപോകുന്നു പറയാം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, അതെങ്ങനെ ശരിയാവും ഇഷിത, ഞാനല്ല അവളുടെ അമ്മയെന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെ ആയിരിക്കും, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ കല്യാണത്തിന്, ഞാൻ മഹേഷുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചു പോലും എനിക്ക് ചിപ്പിമോളെ വേണം. അതിനു വേണ്ടി മാത്രമാ, ചിപ്പിമോൾക്ക് വേണ്ടി മാത്രമാ, അവളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാ, അല്ലാതെ ഒരിക്കലും ഞാൻ ഈ ബന്ധത്തിന് തയ്യാറാവത്തില്ലായിരുന്നു പറയാം. അത് കേട്ടൻ രചന പറഞ്ഞു, എനിക്ക് ഇഷിത ഡോക്ടർ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അല്ല, എന്റെ കുഞ്ഞിനെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? നിങ്ങൾക്ക് കല്യാണം കഴിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെ? ഒരിക്കലും ചിപ്പിമോളെ തരാനായിട്ട് ഞാൻ തയ്യാറാവത്തില്ലെന്ന് പറയാ. കോടതി തീരുമാനം എന്താണല്ലോ അങ്ങനെ നടക്കട്ടെ. ഇനിയിപ്പം ചിപ്പിമോള് ഇഷിതയുടെ കൂടെ വരാനാ സമ്മതം എന്ന് പറയുവാണെങ്കിൽ വന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ അല്ലാതെ ഒരു കാരണവശാലും ഞാൻ ചിപ്പിമോളെ വിട്ടു തരത്തില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എവിടെയോ എന്തോ ഒരു സംശയം ഇഷിതയ്ക്ക് തോന്നി. പിന്നീട് അങ്ങനെ കോടതിയിലേക്ക് ചെല്ലുകയാണ്. കോടതിയിലേക്ക് എന്നതിന് ശേഷം ആദ്യം തന്നെ രചനേനെ മഹേഷിനെയും പിടിച്ച് കൂട്ടി നിർത്തുന്നുണ്ട്. പിന്നീട് അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രചന പറഞ്ഞു, എനിക്ക് എന്റെ മോളെ വിട്ട് കിട്ടണമെന്ന് പറയാം. ഒരിക്കലും മഹേഷിന്റെ കൂടെ കുട്ടി സേഫ് ആയിരിക്കില്ലെന്ന് പറയാണ്. മഹേഷ് പറഞ്ഞു, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. കാരണം ജനിച്ച് അവൾക്ക് ചെറിയ പ്രായമുള്ള 6 മാസം മുതൽ ഞങ്ങളാണ് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കുഞ്ഞിനെ വേണം, അവളില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറയാണ്. അവസാനം കോടതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല.
കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കുഞ്ഞിനോട് തന്നെ ചോദിക്കാന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് ഡോക്ടർ ഇഷിതയുടെ ഒരു മറുപടിയും കൂടെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ല മാഡെന്ന് പറയാണ്. പിന്നീട് ആദ്യം ചിപ്പിമോളെ വിളിക്കുകയാണ്. ചിപ്പിമോളെ വിളിച്ചിട്ട് ചിപ്പിമോളോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. ചിപ്പിമോളോട് ചോദിച്ചു, അതെ ഞാൻ ചോദിക്കുന്നതിന് മോള് സത്യസന്ധമായിട്ട് ആൻസർ പറയണം. മോൾക്ക് ആരോടൊപ്പം പോകാനാണ് താല്പര്യം? ഡാഡിയുടെ കൂടെയാണോ അതോ അമ്മയുടെ കൂടെയാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് ചിപ്പിമോളൊന്ന് ആലോചിച്ചു. പിന്നീട് ചിപ്പിമോളുടെ മനസ്സിൽ കൂടെ പല പല കാര്യങ്ങളും വരുവാണ്. രചന ആകാശം പറഞ്ഞ കാര്യങ്ങൾ. ഒരുപക്ഷെ താന് ഷിയാമ്മയുടെ കൂടെ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയാമ്മേനെ എന്തെങ്കിലും ചെയ്താലോ ആ ഒരു പേടി ആ കുഞ്ഞു മനസ്സിലേക്ക് വരുവാണ്. പെട്ടെന്ന് പറഞ്ഞു എനിക്ക് അമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറയണം. അമ്മയുടെ കൂടെ എന്ന് പറഞ്ഞാൽ എനിക്ക് രചനാമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറയാം. ഇടിവെട്ടേറ്റ പോലെ ആയിപ്പോയി. മഹേഷും ഇഷിതയും രാമനാഥനും ഒക്കെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഒരു നിമിഷം മഹേഷ് ഇങ്ങനെ ഒന്നുകൂടെ ചെവി കൂർപ്പിച്ചു. താൻ കേട്ട സത്യമാണോ? കഴിഞ്ഞ പ്രാവശ്യം ഷിയാമ്മയുടെ പോണെന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെയായിരുന്നു ഇഷിതയ്ക്കും. എന്താ സംഭവിച്ചെന്ന് പോലും ഇഷിതയ്ക്ക് മനസ്സിലായില്ല. വല്ലാത്തൊരു വെപ്രാളവും വിഷമമൊക്കെ ആയിരുന്നു. പിന്നീട് കോടതി പറഞ്ഞു അത് ഉറപ്പാണല്ലോ അല്ലേ മോള് കഴിഞ്ഞ പ്രാവശ്യം കോടതി കൂടി ഇപ്പൊ ഷിയാമ്മയുടെ കൂടെ പോണെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ചോദിച്ചത്. വേണ്ട എനിക്ക് രചനാമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും കോടതി ഉത്തരവിട്ടു. കുഞ്ഞിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ. പിന്നീട് ഇഷിതനെ വിളിക്കുന്നുണ്ട്. ഇഷിതനെ വിളിച്ച് ഇഷിതയുടെ മൊഴി എടുക്കുന്നുണ്ട്. മൊഴി എടുത്തു കഴിഞ്ഞപ്പത്തിന് ഇഷിത പറഞ്ഞു അത് കുഞ്ഞവിടെ രചനയായിട്ട് സേഫ് അല്ല. കാരണം ഒരിക്കലും ആ കുഞ്ഞവിടെ വളരാൻ പാടില്ല. ഇത്രയും കാലം മഹേഷാണ് നോക്കിയത്. അത് മാത്രമല്ല മുമ്പ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനെ ഉണ്ടായത്. മഹേഷ് ഒരു തെറ്റും ചെയ്തവരല്ല. മഹേഷ് നന്നായിട്ട് കുഞ്ഞിനെ നോക്കുന്നവനാ. അന്ന് ആ ഇന്റർവ്യൂവിൽ പറ്റിയൊരു സംഭവമാണ്. അവരുടെ അബദ്ധമാണ്. അതിനെക്കുറിച്ചൊക്കെ കോടതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോടതിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവസാനം കോടതിയിൽ നിന്നുള്ള ഇത് വന്നു. ഒരു കാര്യം ചെയ്യും, ഇതിന്റെ വിധി പറയാനായിട്ട് അടുത്ത ദിവസം മാറ്റി വെച്ചേക്കുക. അത്രയും ദിവസം വരെ രചനയോടെ കുഞ്ഞ് കഴിയട്ടെ എന്ന് വീണ്ടും കോടതിയിൽ നിന്ന് ഉത്തരവിടുവാണ്. കാരണം അവർക്ക് ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കാനുണ്ട്. കുഞ്ഞിങ്ങനെ പറഞ്ഞാലും ഇനിയിപ്പോൾ കുഞ്ഞിനെ ആരും നിർബന്ധിച്ച് ഇങ്ങനെ പറയിച്ചാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസം കുഞ്ഞ് മാറി നിൽക്കട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു സങ്കടമായിപ്പോയി. ഇഷിതയ്ക്കാണെങ്കിലും മഹേഷിനാണ് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ വന്നേ. ചിപ്പിമോളെ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാം തകർന്നു പോയല്ലോ. അങ്ങനെ കോടതി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് സഹിച്ചില്ല. മഹേഷ് നേരെ ആകാശിന്റെ അടുത്തേക്ക് ഇല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു നീ എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കുമല്ലടാ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറയാം. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? നിന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുവരുന്നു. ഒരിക്കലും വിട്ടു തരത്തിലടാ. ആദ്യം നിന്റെ ആദ്യ ഭാര്യനെ അടിച്ചോണ്ട് പോയി. ഇപ്പൊ ആണ്ടെ നിന്റെ ആദ്യ ഭാര്യ പറഞ്ഞത് അത്ര ഞാൻ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അവൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും കുഞ്ഞിനെ എനിക്ക് തന്നെ കിട്ടുകൊണ്ട. നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നീ സ്വന്തം അച്ഛനാണെങ്കിലും നിനക്ക് കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് പറയണം. എടാന്നും പറഞ്ഞുകൊണ്ട് ആകാശിന്റെ കർണത്തടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇഷ്ടത്തെ കയറി തടയുവാണ്. ഇങ്ങോട്ട് വന്നേ മഹേഷ് എന്ന് പറഞ്ഞു പിടിച്ചു വലിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാമനാഥൻ എല്ലാവരും കൂടെ വന്നു. രാമനാഥൻ പറഞ്ഞു ഇത് ഞങ്ങൾ പൊറുക്കാൻ പോകുന്നില്ല. ചിപ്പിമോളെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. ഈ കോടതി അല്ലെങ്കിൽ ഇതിന് മോള് വലിയ കോടതി ഉണ്ടല്ലോ അവിടെ വേണമെങ്കിലും പോകാനായിട്ട് തയ്യാറാന്ന് പറയണം. ആകാശ് പറഞ്ഞു എത്ര കോടതി പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവളുടെ ഇഷ്ടമാണ് നടക്കാൻ പോണേ. അവൾ ആരുടെ കൂടെ പോണെന്ന് പറയണോ അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഇഷ്ടം പോലെ നടക്കുള്ളൂ എന്ന് പറയണം. ഇഷിതയ്ക്ക് വല്ലാത്ത വിഷമായി. ഇഷിത ചിപ്പിമോളെ നോക്കുമ്പോൾ ചിപ്പിമോളുടെ ഇഷിതയുടെ മുഖത്തേക്ക് പോലും നോക്കില്ല. ഇഷിതയ്ക്ക് മനസ്സിലായി അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേങ്കില് അവളോട് രചന അങ്ങനെ പറഞ്ഞ് വേറെ എന്തൊക്കെയോ പറഞ്ഞ് അവളെ മനസ്സ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് മാത്രമൊന്നും മനസ്സിലായില്ല. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു കാരണവശാലും ചിപ്പിമോൾ ഇങ്ങനെയൊന്നും പറയത്തില്ലെന്ന്. അങ്ങനെ അവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ തകർന്ന് മനസ്സോടുകൂടിയിട്ടാണ് മഹേഷ് ഇഷിതയും കൂടെ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേന് ഇഷിതയുടെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകാണ്. ഇത് കണ്ടപ്പോൾ മഹേഷിന് എന്ത് മറുപടി പറയാനും നടത്തില്ല. മഹേഷ് പറഞ്ഞു എന്ത് വില കൊടുത്തിട്ടാണ് ശരി, എനിക്ക് എന്റെ കുഞ്ഞിനെ സ്വന്തമാക്കണം. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറയാ. ഇഷിത പറഞ്ഞു ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു വരെ മഹേഷിന് അറിയാലോ. ചിപ്പിമോളെ കണ്ടിട്ടാ ചിപ്പിമോളുടെ വിഷമം. എനിക്ക് ഒരു കാര്യം ഉറപ്പായി. ചിപ്പിമോളെ എന്തോ പറഞ്ഞ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിപ്പിമോളെ തനിച്ച് കിട്ടുവാണെങ്കിൽ മാത്രമോ എന്തായെന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു അങ്ങനെ തനിച്ച് വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അങ്ങനെ തനിച്ച് കിട്ടണമെങ്കിൽ എന്തേലും ഒരു പോംവഴി കണ്ടെത്തണമെന്ന് പറയാം. പക്ഷെ രാമനാഥൻ പറഞ്ഞു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്ത് മറുപടി പറയും? എല്ലാവരും കാത്തിരിക്കുമല്ലേ, മഞ്ജിമ അവരെല്ലാവരും കാത്തിരിക്കുമല്ലേ, എല്ലാവരോടും എന്ത് മറുപടി പറയും? ചിപ്പിമോളെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ ഈ കല്യാണം പോലും നടത്തിയത്. അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ആ സമയം രചന ആകാശം ഭയങ്കര സന്തോഷത്തിലാണല്ലോ ചിപ്പിമോളെ കിട്ടിയെന്നുള്ള. പിന്നീട് രചന ചിപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട്. ഇപ്പോഴാണ് നീ എൻ്റെ മോളായെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ചിപ്പിമോളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഇഷിതേനെ മഹേഷിനെ കണ്ടു കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പത്തേനും കാരണം ഒരു പക്ഷെങ്കിൽ താൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഇനിയിപ്പോൾ തന്നെ കൂടെ കൊണ്ടുപോകാത്തെ എന്നൊക്കെ ഒരു ചിന്ത പോലും ചിപ്പിമോളുടെ മനസ്സിലേക്ക് വരുവാണ്.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. എന്നാലും ഇനിയിപ്പോൾ അടുത്ത സിറ്റിംഗ് വിളിച്ചു കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ടും ചിപ്പിമോളെ ഇഷ്ടത്തേക്കും മഹേഷിനും കിട്ടുക തന്നെ ചെയ്യും. ഒരിക്കലും ചിപ്പിമോളെ കൈവിട്ട് കളയാനായിട്ട് ഇഷ്ടതയ്ക്കും മഹേഷിനും കഴിയില്ല. ഈ കോടതിയുടെ ഏതറ്റം വരെ പോവാനും ഇഷ്ടത തയ്യാറാവുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.